ഇന്ന് എൻ്റെ ഉള്ളത് ഒരു കിഡിലൻ ഡീസൽ V6 എഞ്ചിനാട്ടാ, മെഴ്സിഡസ് ബെൻസിൻ്റെ E350. അതൊരു കിഡിലൻ മോഡൽ വണ്ടി. സംഭവം PY രജിസ്ട്രേഷനിലാണ് നിൽക്കണേ. അപ്പോൾ നിങ്ങൾ പോണ്ടിച്ചേരിയിലുള്ളവരാണെങ്കിലും കേരളത്തിലുള്ളവരാണെങ്കിലും പോണ്ടിച്ചേരിയിൽ നമുക്ക് വണ്ടി ഇപ്പോൾ RC ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഈ വാഹനം വരുന്നത് 2016 മോഡൽ. മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പാനോരമിക് സൺറൂഫോട് കൂടെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നീറ്റാണ്. ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. സോ ഇതിൻ്റെ അലോയ്സിനാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കിഡിലൻ ഒരു അലോയ് വീൽ വരുന്നത്. ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100% ടയറിന് കിട്ടാം. കിഡിലൻ 4 ടയർ വണ്ടിക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ 350 ഒരു ഭയങ്കര ഫീലാണ് വണ്ടി. അതായത് ഇതിൻ്റെ ബോഡി, പിന്നെ ഇതിൻ്റെ ഒരു ബോഡി വെയ്റ്റ്, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സൈഡിലുള്ള ഒരു ബോഡി ലൈനും ഒക്കെ ഒരു ഭയങ്കര ഫീലാണ്. ഈ വണ്ടി നേരിട്ട് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഈ 250 കാണുന്നേക്കാളും ഭയങ്കര ഡിഫറൻസ് എനിക്ക് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് 250 350 തമ്മിൽ സെയിമാണ്. ഈ എഞ്ചിൻ V6 ആണെന്നുള്ളതാണ് വ്യത്യാസം. പക്ഷേ ഈ 350 എനിക്ക് പെട്ടെന്ന് കണ്ട് കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഈ 350 ഉണ്ട്. എനിക്കത് ഓടിച്ചപ്പോഴാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു രസം എനിക്ക് ഫീൽ ചെയ്ത്. കണ്ട ബാക്ക് ടയർ, ബാക്ക് അലോയ്സ് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര രസമായിട്ടാണ് ബാക്ക് അലോയ്സും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അലോയ്സ് ഇതിന് ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ബോഡി വരാണെന്നുണ്ടെങ്കിലും വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിലേക്ക് വരാണെങ്കിൽ CDI ഡീസലാണെന്നാണ് കാണിക്കുന്നത്. ബെൻസിൻ്റെ ലോഗോ E350 ആണ് വണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ നല്ല നീറ്റായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പെയിൻറ്റിംഗ് ഒക്കെ വളരെ പക്കയാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൺറൂഫിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ടയറും ഓക്കെയാണ് വണ്ടി. പിന്നെ കൂൾ ഫിലിം നല്ലപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുതലും വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കയറിക്കോ. ഇൻറ്റീരിയറിൽ കയറിയിട്ട് നിങ്ങൾക്ക് മൊത്തം കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സാധാരണ വണ്ടികളുടെ ഇൻറ്റീരിയർ ഒന്നും അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒന്ന് കാണിക്കണം തന്നെ തോന്നി എനിക്കിപ്പോൾ. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് പ്രസ്സിൽ വണ്ടി സ്റ്റാർട്ടായി, രക്ഷയില്ലാത്തൊരു സാധനം തന്നെ. AC ഓൺ ചെയ്തു. നല്ല കൂളിംഗ് AC വരുന്നുണ്ട്. സൺറൂഫിനാണ് രസം. സൺറൂഫ് മൊത്തം നോക്കി കഴിഞ്ഞാൽ അതായത് ഈ 2 പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഒരു പ്രത്യേക ഒരു കിഡിലൻ ഫീൽ തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് വണ്ടി ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈവേ അടുത്തേക്കാണ് വണ്ടി കാണാൻ വരേണ്ടത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ പറയുന്നത് ഫുള്ള് ഇലക്ട്രിക്കൽ സാധനങ്ങളാട്ടോ, രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എവിടെ വരണേന്ന്. ഇതിൻ്റെ ഗിയർ വരുന്നത് ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഗിയർ വരെ, റിവേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര രസകരമായ സംഭവം. പിന്നെ ഡ്രൈവർ സീറ്റും ഒക്കെ ഇലക്ട്രിക്കലാണ് വണ്ടി വരുന്നത്. പിന്നെ ഇവിടെ മെമ്മറി ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വണ്ടിയിൽ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. വണ്ടി കാണണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വന്നാൽ മതി. ഓക്കെ, താങ്ക് യു, ബൈ.